നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 15-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 8-ാം തീയതിയാണ്. ഈ 15-ാം തീയതി ശനിയാഴ്ച ദിവസം ജ്യോതിഷപരമായിട്ടുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ശനി എന്ന് പറയുന്ന ഗ്രഹം രാശി മാറുന്ന ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. അതായത് 15-ാം തീയതി ശനിയാഴ്ച ദിവസം രാത്രി 10:39 മീനൻ രാശിയിലേക്ക് ശനി പ്രവേശിക്കുന്നത്. 2.5 വർഷക്കാലം ഇനി മീനൻ രാശിയിലാണ്. ഒട്ടുമിക്ക ജാതകരുടെയും ജീവിതത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും കൊടുക്കുവാൻ വേണ്ടി ശനി എന്ന് പറയുന്ന ഗ്രഹം, ശനീശ്വരൻ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് ശനിയാഴ്ച രാത്രി 10:39. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഓം ശനീശ്വരായ നമഃ, ഓം ശനീശ്വരായ നമഃ എന്ന് 108 മന്ത്രം ചൊല്ലുക. ഓം ശനീശ്വരായ നമഃ, ഓം ശനീശ്വരായ നമഃ, ഓം ശനീശ്വരായ നമഃ, ഓം ശനീശ്വരായ നമഃ, ഓം നവഗ്രഹായ നമഃ, ഓം നവഗ്രഹായ നമഃ, ഓം നവഗ്രഹായ നമഃ, ഓം ശനീശ്വരായ നമഃ. അങ്ങനെ ശനീശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കണം. എപ്പോഴാണ്? ശനിയാഴ്ച രാത്രി 10:39 തിരുവനന്തപുരത്തെ സമയമാണ്. അത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടൊക്കെ വരുമ്പോൾ അല്പസ്വല്പമൊക്കെ മാറ്റം വരും. പഞ്ചാംഗം ഉണ്ടെങ്കിൽ പഞ്ചാംഗം നോക്കുക. അവിടെ അതിനെക്കുറിച്ചുള്ള സമയം വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തൃശ്ശൂർ ആ സമയം എപ്പോഴായിരിക്കും ഒക്കെ 4-5 മിനിറ്റിന് വ്യത്യാസമൊക്കെ കാണും. അപ്പോൾ ആ സമയത്ത്, അല്ലെങ്കിൽ ഈ 39 മിനിറ്റിന് മുമ്പ് തന്നെ തുടങ്ങുക. അപ്പോൾ 108 പ്രാവശ്യം ചൊല്ലുമ്പോൾ എന്തായാലും 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ എടുക്കും. സമാധാനമായിട്ടാണ് ചൊല്ലേണ്ടത്. ഓം നമ ശിവായ, ഓം നമ ശിവ, ഓം നമ ശിവ, ഓം നമ ശിവായ അങ്ങനെ ചൊല്ലിയാൽ ഒരു ഗുണവും കിട്ടത്തില്ല. അതേസമയത്ത് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ ഇങ്ങനെ സമാധാനമായിട്ട് ചൊല്ലണം. അപ്പം അല്ലാതെ നേർച്ചയ്ക്ക് വേണ്ടി 108 തവണ ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്, ശനിയാഴ്ച ദിവസം രാത്രി 10:39 ശനി എന്ന് പറയുന്ന ഗ്രഹം വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിലേക്ക്, ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശി വിട്ട് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ 27 നക്ഷത്ര ജാതകർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വരിക. 7-ൽ ശനി വരുന്നവരുണ്ട്, 12-ൽ ശനി വരുന്നവരുണ്ട്, അഷ്ടമത്തിൽ ശനി വരുന്നവരുണ്ട്, 5-ൽ ശനി വരുന്നവരുണ്ട്, 6-ലുണ്ട്, 7-ൽ ശനി വരുന്നവർ. അങ്ങനെ 12 ഭാവങ്ങളിലായിട്ട് ശനി 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കും. അപ്പോൾ ഈ സമയത്ത് പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ മറന്നു പോകരുത്. ജ്യോതിഷപരമായിട്ടുള്ള വലിയൊരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു തന്നത്. ശനിയാഴ്ച ദിവസം രാവിലെ 6:25 സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന സമയം 6:25 രാവിലെ 6:25 സൂര്യോദയം. തിരുവനന്തപുരത്തെ സമയമാണ് പറഞ്ഞു തന്നത്. തുടർന്നു സൂര്യദേവൻ ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സസ്യജാലങ്ങളെയും മനുഷ്യ ജീവജാലങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ച് അമാവാസ്യ തിഥിയിൽ കൂടി യാത്ര തുടരുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ കിഴക്ക് നിന്നും തെക്ക് വശം വഴി പടിഞ്ഞാറേ ചക്രവാളത്തിൽ ലക്ഷ്യമാക്കി, ആ സായം സന്ധ്യയെ ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അമാവാസ്യ തിഥിയിൽ കൂടി യാത്ര ചെയ്യുന്നു. എന്നാൽ അമാവാസ്യ തിഥി വൈകുന്നേരം 4:26 കൊണ്ട് അവസാനിക്കും. വലിയൊരു നേട്ടമാണ്, വലിയൊരു കാര്യമാണ്. കാരണം അമാവാസ്യ തിഥിയിൽ ഒരു സൂര്യൻ അസ്തമിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ അമാവാസ്യ തിഥിയിൽ ശനി രാശിപ്പകർച്ച നടത്താതിരിക്കട്ടെ. കോവിഡിൻ്റെ കാര്യം ഓർക്കണം. കോവിഡിന് ശനി രാശി മാറിയത് അമാവാസ്യ തിഥിയിൽ തന്നെയാണ് രാശി മാറിയത്. നമ്മൾ എന്തെല്ലാം അനുഭവിച്ചു. ഇപ്പോൾ ഈ ശനിയുടെ രാശിമാറ്റം അമാവാസ്യ തിഥി കഴിഞ്ഞ് പ്രഥമ തിഥിയിലാണ് ശനി രാശി മാറുന്നതെന്നുള്ളൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അല്ലെങ്കിൽ ഈ 2.5 വർഷക്കാലം നമ്മൾ വലിയൊരു കെടുതിയിൽ അകപ്പെട്ടു പോയേനെ.
അത് വലിയൊരു മഹാഭാഗ്യമാണ്. അപ്പോൾ ഈ ശനിയുടെ രാശിമാറ്റം വലിയൊരു മഹാഭാഗ്യമാണ്. അപ്പോൾ അത് നമുക്ക് പ്രകൃതീശ്വരൻ തന്ന ഒരു വലിയ വരദാനമാണ്, അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അമാവാസ്യ തിഥിയിൽ ശനി രാശി മാറിയാൽ കോവിഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമുക്ക് വന്ന് പെട്ടുപോയേനെ. കാരണം ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ശനി രാശി മാറുന്നത്. എന്നാൽ പ്രഥമ തിഥിയിലാണ് ശനി ഈ പ്രാവശ്യം രാശി മാറുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകത്തില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അതുപോലെ തന്നെ സൂര്യദേവൻ അമാവാസ്യ തിഥി വിട്ട് പ്രഥമ തിഥിയിൽ കൂടി യാത്ര ചെയ്താണ് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുന്നത്. വൈകുന്നേരം 6:29 അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ കടന്നു വരുന്നു, നമുക്ക് ഇരുട്ടുള്ള ഒരു രാത്രിയെ തരുന്നു. നമ്മളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അങ്ങനെ രാത്രി 12 മണിയോടുകൂടി ശനിയാഴ്ച ദിവസം അവസാനിക്കുന്നു. പിന്നീടുള്ള രാത്രി പുതിയ ദിവസത്തിൻ്റെ ഒരു ആരംഭമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. അങ്ങനെ ഞായറാഴ്ച ദിവസത്തെ നമ്മളെ സ്വീകരിക്കുന്നു. അങ്ങനെ ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ശനിയാഴ്ച രാവിലെ 6:25 ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകരെയും തേടിയെത്തുന്നത്. ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 10:11 ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച രാത്രി 7:28 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രട്ടാതി നക്ഷത്രപ്രകാരം അവിട്ടം, ഉത്രാടം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, പൂരുട്ടാതി ഇത്രയും നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ ശനിയുടെ മാറ്റം കൊണ്ടുള്ള അനുഭവങ്ങളും അവരെ സ്വാധീനിക്കുന്ന ദിവസമാണ്. ശനിയാഴ്ച രാത്രിക്കാണല്ലോ ശനി രാശി മാറുന്നത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം കഴിഞ്ഞ് രേവതി നക്ഷത്രത്തിലാണ് ശനിയുടെ രാശിമാറ്റം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഉത്രട്ടാതി നക്ഷത്രത്തിലല്ല ശനി രാശി മാറുന്നത്, രേവതി നക്ഷത്രത്തിലാണ് ശനി രാശിമാറ്റം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രപ്രകാരം ശനിയാഴ്ച രാത്രി 7:28 വരെ അവിട്ടം, ഉത്രാടം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, പൂരുട്ടാതി എന്നീ നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ പൂരാടം, ചതയം, തിരുവോണം എന്നീ 3 നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് പൂരാടം, ചതയം, തിരുവോണം നാളുകാർ മനസ്സിലാക്കി ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:55 മുതൽ 9:25 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:55 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് വീണ്ടും ഉച്ച കഴിഞ്ഞ് 1:55 മുതൽ 5:15 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 29 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 + 9 = 11, വീണ്ടും 1 + 1 = 2. അങ്ങനെ ഏതൊരു മാസത്തെയും 2, 11, 20, 29 തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോ മുടങ്ങാതെ കാണുക. അതുപോലെ തന്നെ സ്ഥിരം വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്തങ്ങ് വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം വന്നു ചേരുക. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അനുകൂലമായ ഗുണം കൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുവാൻ, ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പൂരുട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ
കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ, ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ധനനേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. ധനം കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാൽ പോലും കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ദിവസവുമാണ് എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകതയാണ്. ജ്യോതിഷപരമായിട്ടുള്ള ഒരു വലിയ പ്രത്യേകതയാണ്. മറ്റുള്ള നാളുകാർക്കുമൊക്കെ ധനം വന്നു ചേരും. എന്നാൽ ഇത് ഒരു വലിയ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ്. നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ടുള്ള പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ്. ദശാകാലം കൊണ്ടുള്ള നേട്ടം കൊണ്ട് ധനം വന്നു ചേരാം. അതുപോലെ തന്നെ ധനം എന്നും കൈകാര്യം ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിൽ മേഖല കൊണ്ട് എന്നും ധനം വന്നു ചേരും. ഇത് പ്രത്യേകിച്ച് പറയുന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞുകൂടി നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം. ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക? ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. തുലാക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം. ധനുക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാരൊക്കെ 1-2 ടിക്കറ്റൊക്കെ എടുക്കാവുള്ളൂ. ഒരുപാട് ടിക്കറ്റൊക്കെ ഒന്നും എടുത്ത് പൈസ കളയരുത്. ഏതൊരു കാര്യം ചെയ്താലും അത് ബുദ്ധിപരമായിട്ട് ആലോചിച്ചൊക്കെ വേണം ചെയ്യാൻ, കൈകാര്യം ചെയ്യുവാനായിട്ട്. ധനമൊക്കെ അനാവശ്യമായിട്ട് ചിലവഴിച്ച് കളയരുതേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.